നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ആൻഡ് തുർക്കിഷ്, ഡയമണ്ട്, റോസ് ഗോൾഡ്, പ്ലാറ്റിനം കളക്ഷൻ, കേരള മോഡൽ, ട്രഡീഷണൽ, ബോംബെ, കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ഫോൺ 049224629169 9037917916. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടിയിൽ നിന്നും ഒരു വയസ്സായ മകളുമായി കടന്നുകളഞ്ഞ മൂന്നിയൂർ സ്വദേശിയിൽ നിന്നും കള്ളനോട്ട് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ചെന്നൈയിലേക്ക്. തിരൂരങ്ങാടി CI KT ശ്രീനിവാസന്റെയും SI രഞ്ജിത്തിന്റെയും നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ഇന്ന് ചെന്നൈയിലേക്ക് തിരിക്കുന്നത്. മൂന്നിയൂർ വെളിമുക്ക് പടിക്കൽ സ്വദേശി തെക്കേപ്പാട്ട് സഫീറിനെ ഇന്നലെ 5 ദിവസത്തേക്ക് പരപ്പനങ്ങാടി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കള്ളനോട്ട് കൈമാറിയത് ചെന്നൈയിൽ കൂടെ ജോലി ചെയ്തിരുന്ന കോഴിക്കോട് മുക്കം സ്വദേശിയും സൈനികനുമായ വിഷ്ണുവാണ് എന്ന് ചോദ്യം ചെയ്യലിൽ സഫീർ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ചെന്നൈയിലേക്കും നടത്തുന്നത്. ചെന്നൈയിൽ നിന്നും സഫീറിന് നോട്ട് കൈമാറിയെന്ന് പറയുന്ന സ്ഥലവും മറ്റും പരിശോധിച്ച് കൂടുതൽ പ്രതികളുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. നേരത്തെ കൊടുവള്ളിയിൽ കള്ളനോട്ടുമായി പിടിയിലായ സംഘത്തിന് സഫീറുമായി ബന്ധമുണ്ടെന്നാണ് കരുതുന്നത്. ചെന്നൈയിൽ കൂടെ ജോലി ചെയ്തിരുന്ന കോഴിക്കോട് മുക്കം സ്വദേശിയും സൈനികനുമായ വിഷ്ണു മലപ്പുറം സ്വദേശി അഭിയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് കള്ളനോട്ടുകൾ തന്നതെന്നാണ് സഫീർ പോലീസിന് നൽകിയ മൊഴി. ഇതിൻ്റെ സത്യാവസ്ഥ തേടിയാണ് പോലീസ് ഇന്ന് ചെന്നൈയിലേക്ക് തിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നും എത്തിയാലുടൻ കേന്ദ്ര ഏജൻസിയും സഫീറിനെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. ഒറിജിനൽ നോട്ടിനെ പോലും വെല്ലുന്ന കള്ളനോട്ടുകൾ വിപണിയിൽ എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ടെന്ന വിവരം ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് IB ഉദ്യോഗസ്ഥർ സഫീറിനെ ചോദ്യം ചെയ്യുന്നത്. ഇതിനു മുമ്പും സഫീർ കള്ളനോട്ടുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്. നേരത്തെ കൊടുവള്ളി പോലീസ് പിടികൂടിയ കള്ളനോട്ട് സംഘത്തിൽ നിന്നും സഫീറിന്റെ പേര് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഫീറിനെ നാട്ടിലെത്തിച്ചപ്പോൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് പരിശോധിക്കുന്നത്. ഇതിൽ നിന്നാണ് 4 ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ട് പോലീസ് കണ്ടെടുത്തത്. കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം ക്രൈംബ്രാഞ്ചിനെ കൈമാറും. കൊടുവള്ളിയിലെ കള്ളനോട്ട് കേസും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. അതേസമയം സഫീറിനൊപ്പം നാട്ടിലെത്തിയ സഫീറിന്റെ കാമുകി കൊൽക്കത്തയിലേക്ക് തന്നെ മടങ്ങി. സഫീർ ജയിലിലായതോടെ തവനൂർ റെസ്ക്യൂ ഹോമിൽ താമസിച്ചു വരികയായിരുന്ന സഞ്ജിത ചാറ്റർജി കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയത്. ഇവർ 2 മാസം ഗർഭിണിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇവരെയും സഫീർ വഞ്ചിച്ചതായാണ് കരുതുന്നത്. സുഹൃത്തിൻ്റെ കല്യാണത്തിനെന്ന് പറഞ്ഞ് 1 വയസ്സുള്ള മകൾ ഇനായ മെഹ്റിൻ എന്ന കുട്ടിയെയും കൊണ്ട് ജൂൺ 25-ന് 1 മണിയോടെ വീട്ടിൽ നിന്നും മുങ്ങിയ സഫീറിനെ കഴിഞ്ഞ മാസം 29-ന് കൊൽക്കത്തയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. കൊൽക്കത്തയിൽ നിന്നും തിരൂരങ്ങാടി പോലീസ് പിടികൂടിയത് മുതൽ സഫീറിൻ്റെ കൈവശമുണ്ടായിരുന്ന ബാഗിലാണ് കള്ളനോട്ട് കണ്ടെത്തിയത്. ബാഗിലെ പ്രത്യേക അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കള്ളനോട്ടുകൾ. 500-ന്റെ 791 നോട്ടുകളാണ് കണ്ടെത്തിയിരുന്നത്. കള്ളനോട്ടുകൾ കൂടുതൽ ഉണ്ടായിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. കാമുകിയോടൊപ്പമുള്ള ആഡംബര ജീവിതത്തിന് പലപ്പോഴായി ഈ നോട്ടുകൾ ഉപയോഗപ്പെടുത്തിയതായാണ് പോലീസിന് സംശയം. കസ്റ്റഡിയിലുള്ള സഫീറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.